തുടർച്ചയായ 20 വർഷങ്ങൾക്കിപ്പുറവും വയക്കര വയലിൽ പൊന്നു വിളയിക്കുന്ന കരുത്തുറ്റ കർഷകയാണ് തങ്കമണി ചേച്ചി. ജനപ്രതിനിധി കൂടിയായ തങ്കമണി ചേച്ചിയെ ഈ വനിതാ ദിനത്തിൽ നമുക്ക് പരിചയപ്പെടാം. തുടർച്ചയായിട്ട് ഈ വർഷവും കൃഷി ഇറക്കിയിരുന്നത്. ഇപ്രാവശ്യം എന്തൊക്കെ വിളകളാണ് ഇറക്കിയിട്ടുള്ളത്? കഴിഞ്ഞ വർഷത്തെ തന്നെ കുറച്ച് വത്തൊക്കെ കൂടുതൽ നിൽക്കുന്നുണ്ട്. അതേപോലെ എങ്ങനെ വിളകൾ കൂടുതലുണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ? വിളകൾ കൂടുതൽ പറഞ്ഞുണ്ട്. പക്ഷേ അത് ഈ ചൂട് കാലാവസ്ഥയുടെ തന്നെ ചൂടിൻ്റെ കുറേ നാശനഷ്ടങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് മാറി എന്തെങ്കിലും പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിൽ കൃഷിയിൽ? പരീക്ഷണമൊന്നും ഇല്ല. വിത്തുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ ശേഖരിച്ച് വെച്ചത് എല്ലാം അത് മേടിച്ചു. നമ്മൾ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്കത് ശേഖരിച്ചാൽ നമുക്ക് കിട്ടും. അത് പിന്നെ വയനാട്ടിൽ നിന്ന് വ്യക്തിയാണ്. ഈ കീടങ്ങളുടെ ഒക്കെ ശല്യങ്ങൾ നല്ലോണം അതിൽ കെണി വെച്ചിട്ടാണ് ജൈവ രീതിയിൽ തന്നെ കെണി വെച്ചിട്ട് പിടിക്കണം. അതൊക്കെ എവിടുന്നാണ് ഇപ്പോൾ? അതെല്ലാം നമ്മളിങ്ങനെ മേടിച്ചത് പ്രൈവറ്റായിട്ട് മേടിക്കുന്നതാണ്. ഭയങ്കര പൈസയാണ്. കർഷകരെ ബുദ്ധിമുട്ടാണ് നമുക്ക് അറിയുന്നില്ല. അതെ, പ്രാവശ്യം നമ്മുടെ ചെറുപുഴയിലെ അമ്പാട്ടയിലേസിന്റെ ഒക്കെ അവസ്ഥ ഇതായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വിളകള് വിറ്റഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും ഇപ്പം സാധാരണ ഇത് വിളവ് കൂടുമ്പോൾ നമുക്ക് വില വിപണി കുറയല്ല. അതുണ്ട് ഒരു ബുദ്ധിമുട്ട്. ഇപ്പം വെള്ളരിക്കെല്ലാം ഇപ്പം വിപണിയിൽ 10 റുപ്യക്കെല്ലാം ഇറക്കുന്നുണ്ട്. വേറെ നീരേശ്വരം അങ്ങോട്ട് ഇറക്കുന്നുണ്ട്. ഇന്ന് പയ്യന്നൂർ ടൗണിൽ തന്നെ 10 റുപ്യ വെള്ളരിക്ക് കിലോ 10, കുമ്പളങ്ങൾക്ക് 10 എന്നെല്ലാം പറഞ്ഞ് എടുക്കുന്നത്. പക്ഷേ ഈ വെള്ളരി ഇത് നാടൻ വെള്ളരി നമുക്ക് വില നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല, ഇപ്രാവശ്യം വാർഡ് മെമ്പർ കൂടെയാണ്. അപ്പം അതിൽ നിന്ന് എങ്ങനെയാണ് ഇതിലെ ഇപ്പം സമയമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ച് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? സമയം നമ്മൾ രാവിലെ 5:30 വരും, 5 വരും. അത് രണ്ടൊന്ന് ചാഴുണ്ട് ചേട്ടൻ്റെ മകളിൽ രാവിലെ 5:30 വന്നിട്ട് 8:30 വരെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം അതിനൊക്കെ പരിപാടി ദിവസം 2 ദിവസം കൂടുമ്പോൾ വെള്ളമൊക്കെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. മുൻപ് ഇവരുണ്ടായിരുന്നു സഹായിക്കുന്നത്? 5 വർഷം ഉണ്ടായിരുന്നു. ഇല്ല, പണ്ടൊന്നും ഉണ്ടായി. എങ്ങനെയുണ്ട് വത്തക്ക കൃഷിയൊക്കെ? വത്തക്ക കൃഷി വർഷം കാണില്ല, ആകുന്നത്ര. ഇപ്പം ഈ വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് വൈകിട്ടല്ലേ, അതുകൊണ്ട് പിടിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പക്ഷെ അത് പിന്നെ ഈ ചൂടിൻ്റെ ഇത് കരിഞ്ഞും പോകുന്നുണ്ട്, കുറേ കരിഞ്ഞു പോകുന്നുണ്ട്. വത്തക്ക കാണുന്നുണ്ട്. പക്ഷെ ഈ വയലിൽ ഭയങ്കര പക്ഷിശല്യം. ഒരിനം പക്ഷിയുണ്ട് വരാൻ. അതെല്ലാം വത്തക്കര തെയ്യെല്ലാം കൊത്തിക്കളയുന്നത്. ആ പയറും എല്ലാം കൊത്തി വിൽക്കുന്നുണ്ട്. അത് നാശനഷ്ടമാണ്. പക്ഷെ കുറവുണ്ട്. പക്ഷെ പയറ് കുറച്ച് നമുക്കൊരു വിത്തിൻ്റെ ഒരു മോശം കാണുന്നുണ്ട്. ഇത് മോശം പയർ, നല്ല പയറുണ്ടായിരുന്നു. പ്രമാണിച്ചതും വിത്തും നമ്മളെ ചെറുക്കുന്ന ഒരു ചതിവ് പറ്റിയിട്ടുണ്ട് നമുക്ക് ഇക്കൊല്ലം. നിലവിൽ എങ്ങനെയാണ് എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? കടകളിൽ തന്നെ, വീടുകളിലും ഉണ്ട്. നേരിട്ട് ഇവിടെ എത്തിയാൽ എത്തുന്നുണ്ട്. നേരിട്ട് എത്തുന്നവർക്ക് ഇവിടെ നിന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ കുറച്ച് കൊടുക്കും നമ്മൾ. ഇപ്പൊ ചെറുപുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ കാട്ടുപന്നിയൊക്കെയാണ് ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള ജീവികൾ? ഇവിടെ ഒരു പക്ഷിയാണ്. കാട്ടുപന്നി ഉണ്ട്, വരലുണ്ട്. ആഴ്ച 2-3 ദിവസം അടുപ്പിച്ച് വന്നാലും. പക്ഷെ ഇവിടെ ചളിയും വെള്ളം ഉണ്ടായതുകൊണ്ട് ആ സൈഡിൽ തന്നെ പോയിട്ട് അത് കുത്തിമറിക്കുന്നതിന്. പക്ഷേ ഈ പച്ചക്കറിയൊന്നും നശിപ്പിക്കില്ല. പക്ഷെ പക്ഷികളാണ്, ഒരു സൈസ് പക്ഷികളുണ്ട്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഒരു പക്ഷി പിന്നെ അങ്ങനത്തെ പക്ഷിയും വത്തക്കൻ്റെ തോലും അല്ല തലയും ഇതും എല്ലാം പയറും എല്ലാം കൊത്തി കുറേ നശിപ്പിക്കുന്നുണ്ട്. അടച്ചാണ് നിങ്ങൾക്ക് വന്നപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, മറ്റേ കുടുംബശ്രീയുടെ ആയാലും മറ്റേ ഇക്കോ ഷോപ്പുകൾ അതുപോലെയുള്ള സാഹചര്യങ്ങൾ ഇപ്പം പാടിച്ചാൽ കുറവാണല്ലോ. പക്ഷെ പാടിച്ചാൽ ഇക്കോ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇവർ കുടുംബശ്രീക്കാർ. പിന്നെ അതിപ്പോൾ പൂട്ടിക്കിടക്കുന്നതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മളൊരു ഇതായിട്ട് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് തുറന്നു. ഇപ്പം ആദ്യം പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ കുടുംബശ്രീക്കാർ എന്ന് പറഞ്ഞാൽ ഞാൻ കുടുംബശ്രീയിലില്ല. തന്നെ കുടുംബശ്രീയില്ല. കുടുംബശ്രീ ഉണ്ടായത് ഒഴിവായി. പിന്നെ എന്നാലും ഇത് സാധനങ്ങൾ വിറ്റഴിക്കാൻ പണിയൊന്നുമില്ല. കുടുംബശ്രീക്കാർ കുറച്ച് നാട്ടിലുണ്ട്. അവിടെ അവർ നല്ലൊരു ഗ്രൂപ്പുണ്ട്. ഇവിടെ ജയൽജിയുടെ ഗ്രൂപ്പുണ്ട്. അവരെല്ലാം കുടുംബശ്രീക്കാരാണ്. നല്ല രീതിയിൽ. ഇപ്രാവശ്യം വെള്ളത്തിനാണൊരു ബുദ്ധിമുട്ട്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. വെള്ളം ഇപ്രാവശ്യം മാർച്ച് വരെ കിട്ടുവാറില്ല, ലാസ്റ്റ് വരെ കിട്ടുവാറില്ല. ഈ പായലുണ്ടായതുകൊണ്ട് അത് പിന്നെ വെള്ളം കുടിക്കുന്ന സാധനമാണ്. അതിന് കുറേ പറ്റി. ഇടക്കിടക്ക് വെള്ളം കിട്ടും. ഇപ്പം എന്നാൽ ചെയ്യലെന്നുള്ള ഒരു ഇതുണ്ട്. കുഴിയൊന്നും കുഴിക്കാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ടൊരു ആശങ്കയിലാണ്.
അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.